അച്ചോ പക്ഷെ നാളെ സ്കൂളിൽ പുസ്തകത്തിന്റെ പൈസ കൊടുക്കണം. സ്കൂൾ കൊണ്ട് തുറന്നില്ലല്ലോ, അതിനുമ്പോ സാറുമാർ ഒരു പിരിവും കൊണ്ട് ഇറങ്ങിക്കോ. സാറുമാരുടെ അടുത്ത് പിരിവൊന്നുമല്ല, പുതിയ ക്ലാസ്സിലാകുമ്പോൾ പുതിയ പുസ്തകമൊക്കെ മേടിക്കണം, അതിന് പൈസയൊക്കെ തരണം. എന്റെ കാലത്ത് ചെയ്തില്ലായിരുന്നല്ലോടാ. ഞാനൊക്കെ എന്റെ മൂത്ത പിള്ളേരെ പുസ്തകം വായിച്ചത്, ഞാനൊക്കെ അപ്പുറത്ത് സതീശന്റെ പുസ്തകം വായിച്ചത്, ഞാനൊക്കെ പഠിച്ചത്. അത് ഇങ്ങോട്ടുണ്ടോ അത് നശിപ്പിക്കാതെ. ഒച്ച സതീശൻ മാമന്റെ ബുക്ക് മേടിച്ച് പഠിച്ചെന്ന് വെച്ച് ഞാനെങ്ങനെ സതീശൻ മാമന്റെ മോന്റെ ബുക്ക് മേടിച്ച് പഠിക്കാൻ പറ്റുന്നത്? അതെന്താ എനിക്ക് വാങ്ങിച്ച് പഠിച്ചാല്? അവൻ എന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ എന്നെക്കാട്ടി മൂത്തയായിരുന്നെങ്കിൽ ഞാൻ അവന്റെ പഴയ പുസ്തകം മേടിച്ച് പഠിച്ചോളാം. ചാച്ച സതീശൻ മാമന്റെ പുസ്തകം മേടിച്ച് പഠിച്ചിട്ട് എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 3ാം ക്ലാസ് വരെ പോയി. സതീശൻ 4 തോറ്റില്ലേ? അവൻ ജയിക്കാതെ അവന്റെ പുസ്തകം എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു കൊല്ലോടെ 3 പണ്ട് സതീശൻ മാമൻ 10ാം ക്ലാസ് വരെ പഠിച്ചല്ലോ. അവൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. അവൻ 4 ജയിച്ചപ്പോഴത്തേക്ക് സിലബസ് മാറിയില്ലേ. പിന്നെ ഞാൻ എന്താ വെച്ച് പഠിക്കാനാ? എനിക്ക് ഈ ഗതി വരായിരിക്കും കൊണ്ട് ഞാൻ ചാച്ചനോട് പൈസ ചോദിക്കുന്നത്. ചാച്ചൻ പൈസ ഉണ്ട്, പുസ്തകം മേടിക്കും പൈസ. ഒന്നാമത് പൈസ ഒന്നും ഇല്ലായിരിക്കുമോ? ഇത് കൊണ്ട് കൊടുത്തിട്ട് വേണം വൈകിട്ട് എനിക്ക് ഒരു ചെറുതെടുക്കണമെങ്കിൽ. അല്ല, നീ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ഇത്രയും പൈസ വേണമെന്ന് എന്തോ? സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പേ ചാച്ചൻ പൈസ കൊടുക്കാന്ന് പറ. എനിക്കറിയത്തില്ല, ചാച്ചൻ വിളിച്ച് ചോദിക്കും ടീച്ചറിന് EMI കിട്ടുന്ന പുസ്തകം മേടിക്കാൻ. ഞാൻ ടീച്ചറിക്കൊന്നുമില്ല, ചുമ്മാ എന്റെ കാര്യമില്ല. മോനെ നാളെ ചെന്നിട്ട് ടീച്ചറിനോട് കാലത്ത് ചെന്നിട്ട് പറ, ചാച്ചന് പണിയൊന്നുമില്ല, പൈസ കുറച്ച് കൊണ്ട് അടയ്ക്കാൻ മതി, അങ്ങനെ പറ്റുമെന്ന് ചോദിക്കും. ചാച്ചന് സ്കൂളിലോട്ട് വരാനും വിളിച്ചാൽ ഫോൺ കൊടുക്കത്തില്ല. ഞാൻ അവരുടെ വായിരിക്കുന്നത് മൊത്തം കേൾക്കുന്നത്. നമ്മൾ അവരവർക്ക് പണിക്കൊക്കെ പോകുമ്പോ എങ്ങനെ ഫോൺ എടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത്? അതില്ലേ അവരെന്ത് വിചാരിക്കും? അതിന് ചാച്ചൻ എന്താ പണിക്ക് പോയെ? നമുക്കൊക്കെ അറിയണ്ടല്ലോ തന്തമാര് പണിക്ക് പോകുന്നുണ്ടോ. ചോദിക്കുമ്പോ പൈസ അങ്ങനെ തന്നാ മതിയല്ലോ. ചോദിക്കുന്നത് മാത്രമല്ലല്ലോ, പൈസ വരുന്നില്ലല്ലോ. മനുഷ്യരുടെ കാശിലായിരിക്കുന്ന സമയത്ത് ഓടാൻ എന്റെ ഈ കള്ളച്ചെറുക്കുന്ന ഇവരൊക്കെ പറഞ്ഞിട്ട് പോകാൻ